അതെ, മാനേജർ ഒന്ന് കാണണമായിരുന്നു. എന്താ കാര്യം? തൃത്താലെന്ന് വരികയാണേ. എനിക്കൊരു ക്ലാർക്കായിട്ട് ജോലി കിട്ടി. ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാ. അപ്പോയിന്റ്മെന്റ് ഓർഡർ. അത് ശരി. ഇന്ന് തിങ്കളാഴ്ച. ജോയിൻ ചെയ്യാൻ നല്ല ദിവസം. പക്ഷെ മാനേജർ ഇതുവരെ എത്തിയിട്ടില്ല. വരാറാവുന്നേ ഉള്ളൂ. ഇപ്പൊ എത്തും. എന്താ പേര്? അച്ഛനുണ്ണീന്ന്. എല്ലാരും ഉണ്ണീന്ന് വിളിക്കും. എന്താ നമ്മുടെ പേര്? തോമസ്. അപ്പൊ ഉണ്ണി സാർ ഒരു കാര്യം ചെയ്യും. ഈ പെട്ടി ആ ഓരം ചേർത്ത് വെച്ചോ. ഇതിവിടെ ഇങ്ങനെ പുറത്ത് വെക്കണോണ്ട് അപകടമൊന്നും ഇല്ലവോ? എന്റെ എല്ലാ സാധനങ്ങളും ഇതിനകത്താ. നേരിട്ട് വരണ വഴിയായതുകൊണ്ടാ. ഓ അത് ഓ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വിളിക്കണം. ഞാൻ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. Please come. Mr. Achanunni. Yes, sir. ഡിപ്പോയിലായിരുന്നു അല്ലേ? അതെ സർ. He is posted to our office. ഐ സി. ഡിപ്പോയിലെ പോലെ ആയിരിക്കില്ല ഇവിടെ. ദ വർക്ക് വിൽ ബി എൻറ്റയർലി ഡിഫറെന്റ്. ഞാനും അതെ, സൂപ്രണ്ടും അതെ. ഇന്റേണൽ ഡിസിപ്ലിന്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. ആൻഡ് റിമെമ്പർ, only by hard work you can prove your mettle here. കൺഫർമേഷന്റെ കാര്യത്തിലും ഫർദർ പ്രോസ്പെക്ട്സും എല്ലാം നിങ്ങളുടെ പെർഫോമൻസിനെ ആശ്രയിച്ചിരിക്കും. I will do my best, most sincerely, to give you satisfaction, sir. Well, ശാരദ, കൂടെ പോയിക്കോളൂ. Thank you, sir. ഇരിക്കേ. ആ തുളസിയോട് ജോയിനിങ് ലെറ്റർ അടിക്കുമ്പോൾ ഡെപ്പോയിലേക്കും കൂടി ഒരു കോപ്പി അടിക്കാൻ പറയണം. എന്നിട്ട് തോമസ് ഇങ്ങോട്ടൊന്ന് വരണം. എന്താ മിസ്റ്റർ ഉണ്ണിയുടെ ഇനിഷ്യൽ? കെ അച്ഛനുണ്ണീന്നാ. കേച്ചാൽ കല്ലാട്ട് വീട്ടുവരാ. കല്ലാട്ട് വീടെന്നുവെച്ചാൽ തൃത്താലയിൽ വളരെ പുരാതനമായിട്ടുള്ള ഒരു തറവാട്. You please sign here. അമ്മേ മഹാമായേ കല്ലാട്ട് ഭഗവതി സർവാപരാധം തുടക്കത്തിലെ ഫയലിംഗ് കുറെ പെൻഡിംഗ് ഇല്ലേ തോമസേ? നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ശരി സാർ. സോറി. ശരി മാഡം. പറഞ്ഞോ.
Bantech India Limited here. Yes. You please contact tomorrow. ദാ, എല്ലാ ലെറ്ററിലും ഫയൽ നമ്പറും പേരും കാണും. ശരി, അത് നോക്കി ഇങ്ങ് ചെയ്താ മതി. നിസ്സാര പണിയല്ലേ. ശ്ശോ, എന്തൊരു കാറ്റ്. സാറെ പറക്കിക്കോ. തോമസേ, താനെന്നോട് വരിക. എന്താ ഇത്? അല്ല, അറിയാണ്ട് ചോദിക്കുക. നിങ്ങൾ അവിടെ ഫയൽ ചെയ്യാണോ അതോ കടലാസിട്ട് വരികയാണോ? എന്തായി? പേപ്പർ കൊണ്ട് പട്ടം പറപ്പിക്കലൊക്കെ കഴിഞ്ഞോ? കാറ്റ്. പേപ്പർ വല്ലതും കാണാതെ പോയാലേ പഴയ ഡിപ്പോയിൽ തന്നെ പോയി ഇരിക്കേണ്ടി വരും. എന്താ വേണ്ട? ഇതേത് ഫയലിലേക്കാണെന്ന് മനസ്സിലാകുന്നില്ല. നമ്പറും ഇല്ല, പേരും ഇല്ല. കാണിക്കൂ. അപ്പോ പിന്നെ തന്നെ താമസത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? വല്ല ബന്ധക്കാരും സ്വന്തക്കാരും ഒക്കെ കാണും അല്ലേ? ഏയ്, അങ്ങനെ ആരും ഇല്ല എനിക്കിവിടെ. ആദ്യമായിട്ടാ ഇവിടെ വരണ തന്നെ. അയ്യോ, അപ്പൊ പിന്നെ എങ്ങനാ? അത് തന്നെ ഞാനും ആലോചിക്കണേ. ഒരു രൂപമില്ല. വല്ല ഹോട്ടലിലിട്ട് താമസിക്കാന്ന് വെച്ചാ കിട്ടുന്ന ശമ്പളം അതിന് തന്നെ തികയില്ല എന്നാ കേക്കണേ. പിന്നെ എന്താ ചെയ്യാ? തോമസേ, തന്റെ നല്ല കാലം. ദേ ഒരേ കൂടി. ഞങ്ങൾ രണ്ടുപേരും ഈ തോമസിന്റെ വീടിന്റെ ഒരു പോർഷനില്ല താമസം. ഉണ്ണിക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടാ, ബുദ്ധിമുട്ടില്ലെങ്കിൽ. പറ്റുമെന്ന് വെച്ചാൽ വലിയ ഉപകാരമായി. വേറെ ഒരു വഴി ഇല്ലാത്തോണ്ടാ ബുദ്ധിമുട്ടിക്കേണ്ടി വരണേ. ഓ പിന്നെ ഇതിലാ ഇപ്പൊ വലിയ ബുദ്ധിമുട്ട്. താൻ വാ, ഉള്ള സൗകര്യത്തിൽ നമുക്ക് കൂടാം. വാടകയുടെ കാര്യമൊക്കെ എങ്ങനെയാണാവോ? അയ്യോ എന്റെ പൊന്ന് സാറേ, സത്യത്തിൽ പണം ഉണ്ടാക്കാനല്ലേ. പിന്നെ മനുഷ്യപ്പറ്റുള്ള 2-3 പേർ അടുത്തുണ്ടെങ്കിൽ മിണ്ടിയും പറഞ്ഞു നോക്കി ഇരിക്കാമല്ലോ എന്ന് കരുതിയ. പിന്നെ എന്താന്ന് പറഞ്ഞാല് ഈ കിട്ടുന്ന ശമ്പളം കൊണ്ട് മാത്രം ഇക്കാലത്ത് നിന്ന് പഴയ്ക്കാൻ പറ്റുമോ? വാടകയുടെ കാര്യമൊക്കെ നമുക്ക് സമാധാനം ഉണ്ടാക്കാം. സാറായിട്ട് ഇപ്പൊ കൂടുതലൊന്നും തരണ്ട. എല്ലാവരും തരുന്നത് തന്നെ സാറും അങ്ങ് തന്നേച്ചാ മതി. ആ, അതേതായാലും വലിയ ഔദാര്യായിപ്പോയി അല്ലേ വർഗീസേ? അതെ അതെ. മടുത്തു ചേച്ചി. എവിടെയെങ്കിലും പോയി ചത്താലോന്ന് വരെ തോന്നിപ്പോവാണ്. എന്തൊക്കെയാ തുളസി പറയണേ? അത്രയ്ക്കായി ഞാൻ സഹിക്കുന്നു. ചേച്ചിക്ക് അറിഞ്ഞൂടെ, കല്യാണം കഴിഞ്ഞ പിന്നെ സന്തോഷം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടോ? ഒരു ദിവസമെങ്കിലും സമാധാനമായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? എന്തേലും അറിയാണ്ട് ഞാൻ പറയണതോ പ്രവർത്തിക്കണതോ ഇഷ്ടാവാഞ്ഞിട്ടാണെന്ന് വെച്ചാൽ മനസ്സിലാക്കാം. ഇതതുമല്ല, വഴക്കുണ്ടാക്കാൻ വേണ്ടി കാരണങ്ങൾ ഉണ്ടാക്കുക. പിന്നെ കണ്ണിച്ചോരയില്ലാത്ത വിധ വാക്കും പ്രവൃത്തി. ഇന്നലെ തന്നെ ഇപ്പൊ എന്ത് കാരണം ഉണ്ടായിട്ടാ? ചോദിക്കുന്നവരോടൊക്കെ വാതുക്കൽ മുട്ടി പൊട്ടിയതാന്ന് പറയാന്നല്ലാണ്ട് എല്ലാം ശരിയാവുന്ന് സമാധാനിക്കാനല്ലേ പറ്റൂ. ശരിയാവും. ശരിയാവുമ്പോഴേക്കും എന്റെ ഈ ജന്മം കഴിഞ്ഞിട്ടുണ്ടാവും. ഫയലിംഗ് എല്ലാം കഴിഞ്ഞോ? ഇവിടെ ഉണ്ടായിരുന്നിടത്തോളം കഴിഞ്ഞു. കഴിഞ്ഞ മാസത്തെ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു കോപ്പി എടുക്കണം. ഫയലിൽ കാണും. വൃത്തിയായിട്ട് എടുക്കണം. 4 മണിക്ക് മുമ്പ് എന്റെ കയ്യിൽ കിട്ടുകയും വേണം.
സാർ, പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി ഫയലിലുണ്ടാവുന്നാ പറഞ്ഞേ. പ്രൊഡക്ഷൻ ഫയലിലും ഇല്ല, സ്റ്റേറ്റ്മെന്റ് ഫയലിലും ഇല്ല. പിന്നെ എന്താ എന്റെ പേരെന്നാ പറഞ്ഞേ? പേരൊന്നും പറഞ്ഞില്ലല്ലോ. ആയിക്കോട്ടെ, പറഞ്ഞില്ല. എന്നാൽ ഇപ്പൊ ഇത് ആദ്യമായി ചോദിക്കുന്നു, എന്താ എന്റെ പേര്? കെ അച്യുതനുണ്ണി. ഉണ്ണിന്ന് എല്ലാരും വിളിക്ക. അത് ചോദിച്ചില്ലല്ലോ. സ്റ്റേറ്റ്മെന്റ് ഏത് ഫയലിലാ ഉണ്ടാവുമെന്ന് പറഞ്ഞാ 4 മണിക്ക് കൊടുക്കാന്നാ പറഞ്ഞേ. ഈ 2 ഫയലിലും ഉണ്ടാവില്ല. പിന്നെ ബാക്ക് ഫയൽ നോക്ക, അത് കാണും. താങ്ക് യു സാർ. അതേ, താൻ എന്നെ 2 പ്രാവശ്യമായി സാറെന്ന് വിളിക്കുന്നു. എനിക്കത് അശേഷം ഇഷ്ടമാവണില്ല. എന്നെ രാമേട്ടാന്ന് വിളിച്ചാൽ മതി. ശരി സാർ. ശരി രാമേട്ട. നോക്കിക്കാണ്ട് പോയി ജോലി എന്താ ചെയ്യ്. Yes, Bantek India Limited here. Sure. May I know who is speaking, please? Oh, kindly hold on a second, please. Tulasi, phone. ആരാ ചേച്ചി? ഹസ്ബൻഡാ? ഞാൻ ക്യാൻറ്റീനിൽ പോയിരിക്കാന്ന് പറയായിരുന്നില്ലേ ചേച്ചി? എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? എന്താ വിവരം എന്ന് ചോദിക്കൂ. ഹലോ, ഞാൻ തുളസിയാണ്. അയ്യോ അല്ല, ജോലി ചെയ്യുന്നിടത്തുനിന്ന് വേഗം വരികയായിരുന്നു. ഇല്ല ഇല്ല ഇല്ലെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറയാ. എന്റെ ഈശ്വര, ഇത് ഓഫീസാണ് രാജേട്ടാ. ഈശ്വരനെ ഓർത്ത് പ്ലീസ്. 5 മണിക്ക് ഓഫീസ് വിടും. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തില്ലേ? എന്നിട്ട് ചോദിക്കേ എന്താ വേണമെന്ന് വെച്ചാൽ ചെയ്യായിക്കൂടെ? എനിക്ക് വയ്യ. ഇതിലും ഭേദമായിട്ട് 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോടൊക്കെ കോപ്പി. നാണാവൂലേ ഇത്രയും സമയം എടുത്തിട്ട് ഒടുവിൽ ഇതും കൊണ്ട് എന്റെ അടുത്തേക്ക് വരാൻ? പൊയ്ക്കോളൂ. ആരെങ്കിലും ഒന്ന് വഴക്ക് പറയുമ്പോഴേക്കും നിന്ന് ചിടും. ആണുങ്ങളായ ഒരു തന്റെ ഇടമൊക്കെ വേണ്ട. അല്ലെങ്കിൽ വഴക്ക് പറയിപ്പിക്കാതിരിക്കാൻ നോക്കണം. അതിനുള്ളൊരു മിടുക്കെങ്കിലും വേണം. എന്റെ ഉണ്ണി, താനീ തൃത്താലയിലെയും പൊന്നാനിയിലെയും പാവത്തോമച്ചൻ നടന്നാലേ ഇവിടെ പഴയ്ക്കാൻ പറ്റില്ല. എന്നാലും ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിനിടയ്ക്ക് 2 തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു ഇങ്ങനെ നടന്ന് പിടയ്ക്കാനുണ്ടോ? അല്ലെങ്കിലും ആ ശാരദാമ്മയ്ക്ക് ഇത്തിരി കൊമ്പ് കൂടുതലാ. വഴക്ക് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന എന്റെ പക്ഷം. തുടക്കക്കാരെ കുറച്ചൊക്കെ വരട്ടി തന്നെ നിർത്തണം. എന്റെ പ്രവേശ പീഡ് ഞാൻ അത്രയ്ക്ക് മുക്രയിട്ടവനാ. പിന്നെ തുടക്കക്കാരും കൂടെ അനുഭവിക്കട്ടെ. അത് എന്റെ അസൂയല്ലേടോ. ഒരു കണക്കിന് ശാരദാമ്മ എങ്ങനെയാ വഴക്ക് പറയാതിരിക്കുന്നേ? നല്ല 1-ാം തരം സാരി, അതും ഫോറിനാണെന്നാ തോന്നുന്നേ. അതിൽ മഷി ഒഴിക്കാന്ന് വെച്ചാ
അത് നല്ല സ്ഥാനത്ത്. ദേഷ്യം വരാതിരിക്കുമോ? ഉണ്ണി സാറ് ചെയ്തു വെച്ച ഒരു പണിയേ. അതേതായാലും കലക്കിട്ടോ. അവര് തന്നെ അടുത്ത കാലത്ത് അങ്ങ് മറക്കില്ല. ഞാൻ വേണം വെച്ചിട്ട് ചെയ്തതൊന്നുമല്ല, അറിയാണ്ട് പറ്റിയതാ. പിന്നെയും തുടങ്ങിയ ആളിച്ചിടുങ്ങാൻ. എടോ ഞങ്ങള് തമാശക്ക് തന്നെ ഒന്ന് വാരിയതല്ലേ. എടാ ഇക്കണക്കിന് രണ്ടുപേരെ ഇപ്പൊ പകലാണെന്ന് തറപ്പിച്ച് പറഞ്ഞാൽ താൻ വിശ്വസിക്കുമല്ലോ. ഇങ്ങനെ പാവത്താനായാലും അപകടമാണ്. മനുഷ്യനായ കുറച്ചൊക്കെ സെൻസ് വേണ്ടേ? എന്താണ് തമാശ, എന്താണ് കാര്യം എന്ന് തിരിച്ചറിയാണ്ട് പിന്നെ എങ്ങനാ? താൻ നല്ല ചോണയായിട്ട് നില്ലടോ. ഒന്നല്ല 10 ശാരദാമ വന്നാലും പുൽ പോലെ നമുക്ക് കൈകാര്യം ചെയ്യാം. ആ വഴക്ക് പറഞ്ഞപ്പോ സങ്കടം തോന്നിയത് നേരാ, കരയാനും തോന്നി, അത്രേ ഉള്ളൂ. അതോടെ തീർന്നു. അല്ലാണ്ട് എനിക്ക് അവരോട് ദേഷ്യവും തോന്നിയില്ല. തെറ്റ് തിരുത്താനും ഞാൻ നന്നാവാനും വേണ്ടിട്ടല്ലേ ഒരു വഴക്ക് പറയണേ. പറഞ്ഞോട്ടെ, അതിനിപ്പോ എന്താ? നമ്മളൊക്കെ ഇപ്പൊ കളറിക്ക് പുറത്ത്. തോമാസേ, ചേർത്തിയാർ ഉറങ്ങി കാണും. അല്ല, ഒന്ന് തൊട്ട് നിൽക്കാൻ ഇത്തിരി കാന്താരി മുളകിന്റെ ചമ്മന്തി കിട്ടിയാലേ ഇവനെ അങ്ങ് തീർക്കായിരുന്നു. അവളിപ്പോ ഉറങ്ങിക്കാണും. ഉറക്കമെന്ന് വെച്ചാ അവക്ക് വലിയ പ്രിയമാണ്. ഉറക്കത്തിന്ന് വിളിച്ച സ്വഭാവം മഹാമൂശേട്ടയാ. ഇത് തീർക്കാനിപ്പോ എന്തിനാ തൊട്ട് നിൽക്കുന്നേ? ഇങ്ങനെ ഞാൻ അങ്ങനെ ഇപ്പൊ തീർക്കണ്ട, കുറച്ച് ബാക്കിയായി പോയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. കഷ്ടം. ഒരു വെടിക്ക് മരുന്നിരിക്കുന്നത് നല്ലതാ. എന്നാ പോട്ടെ ഗോപി സാറേ. ആ ഉണ്ണി സാറേ, ഇന്നുള്ള സൗകര്യത്തിൽ കൂടുക. നാളെ ഞാൻ വേണ്ട ചെയ്യാ. അത് ഞങ്ങൾ നോക്കണം. പിന്നെ തോമസേ, ആ ചേടത്തിയാർ ഉറക്കത്തിൽ വിളിച്ചെണിപ്പിക്കരുത്. അവരുടെ സ്വഭാവം മഹാമൂശയാണ്. എന്നിട്ട് സാരി ചീത്തയാക്കിയതോ പോട്ടെ, എന്ത് ചെയ്താലും തലകിഴുക്കനെ ചെയ്യുള്ളൂ എന്ന് വെച്ചാലോ? ആ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി എടുത്തോണ്ട് വന്നൊന്ന് കാണണം. എനിക്ക് കണ്ടിട്ട് കലി വന്നു. താൻ അയാളെ ചീത്ത പറയുന്നത് സൂക്ഷിച്ചു വേണം. വല്ലാണ്ട് വരണ്ടാറുണ്ടല്ലോ. നിന്ന നിൽപ്പിൽ മൂത്രം ഒഴിക്കും. കേട്ടിടത്തോളം അതാ കക്ഷിയുടെ പ്രകൃതം. വഴക്ക് പറയുമ്പോ ഇപ്പൊ കരയെന്നുള്ള ആ ഒരു ഭാവം കാണണം. പാവം തോന്നും കേട്ടോ. ഞാനങ്ങ് ഗൗരവം വിടാണ്ട് നിന്നേ ഉള്ളൂ. തന്റെ ആഫീസ് കൊള്ളാമല്ലോ. ഓരോന്നും ഓരോ ടൈപ്പാ. ഒരു തൊട്ടാവാടി ഉണ്ടായിരുന്നല്ലോ, ഭർത്താവ് കണ്ണു വിളിച്ചൊന്ന് നോക്കിയെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങണ പെണ്ണ്. ശോ, കഷ്ടമുണ്ട് കേട്ടോ ശ്രീയേട്ടാ. തുളസി ഇന്ന് വരുമ്പോ നെറ്റിൽ ഇതേ ഇവിടെ ഇട്ടൊരു മുറിവ്. ആദ്യം പറഞ്ഞു വാതില് മുട്ടിയതാന്ന്. പിന്നെ ഉച്ചയ്ക്ക് ഒറ്റയ്ക്കായപ്പോ എന്റെ അടുത്ത് വന്ന് എല്ലാം പറഞ്ഞ് കരയാ. സാധുക്കുട്ടി, എന്താ അതിന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ തുടങ്ങിയേക്കണാവോ? കുറെയൊക്കെ ആ കുട്ടിയുടെയും കുഴപ്പമാ. എന്തായാലും ആ കുട്ടിയുടെ ഭർത്താവല്ലേ അയാൾ. അല്ല, ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്തിനാ അത് ഈ കാണുന്നവരുടെ മുഴുവൻ എഴുന്നള്ളിക്കാൻ നടക്കണേ? ബാക്കിയുള്ളവരുടെ സിമ്പതി വാങ്ങാൻ. ഞാൻ പറയണ വെച്ചാൽ, ഈ കേൾക്കുമ്പോഴേക്കും അലിവ് കേട്ടാൻ തുടങ്ങണം നിങ്ങളൊക്കെ കൂടിയാ ഇതിന് വളം വെച്ചു കൊടുക്കണം. അല്ലെങ്കിലും ആണുങ്ങളൊക്കെ ഒരേ സ്വഭാവക്കാരൻ. അവരെന്തു പറയണോ അതാ ശരി. എന്തോ കുന്തം. രാവിലെ കുറച്ച് നടക്കുക എന്നുള്ളത് എന്റെ ഒരു ശീല. ഇത്രയും കാലം ഒറ്റക്കായിരുന്നു. താൻ വന്നതോടെ ഒരു കൂട്ടായി. നാട്ടിൽ വെച്ച് കൊച്ചുണ്ണി മാഷ് പറയായിരുന്നു, ഉണ്ണിയേ വയറ് കൂടിക്കൂടി വരണോ, കുറച്ച് നടക്കുവോ പോടുകയോ ഒക്കെ ചെയ്യണമെന്ന്. ഇപ്പൊ എങ്ങനെ എന്റെ ഗോപിയെ പുറച്ചേക്കുള്ള ബസ്സിന് പുറപ്പെട്ടാലേ സമയത്തിന് ഡിപ്പോയിലെത്തൂ. ഇരുന്ന് ഇരിപ്പിലുള്ള പണിയല്ലേ, പിന്നെ ഇങ്ങനെ വയറ് കാണാണ്ടിരിക്ക. ഇപ്പൊ പിന്നെ ഇവിടെ ആയതുകൊണ്ട് ഇതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട്. എവിടാ ഗോപിയുടെ വീട്? തൃപ്പൂണിത്തുറയ്ക്കടുത്ത്, തിരുവാങ്കുളം എന്ന് പറയും. ഞാൻ അവിടെ എങ്ങും വന്നിട്ടേ ഇല്ല. തൃപ്പൂണിത്തുറന്ന് കേട്ടേ ഉള്ളൂ. അത്തച്ചമയം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പ്രസിദ്ധല്ലേ. ആരൊക്കെയുണ്ട് ഗോപിയുടെ വീട്ടിലെ? എല്ലാരും ഉണ്ട്. എല്ലാരും വെച്ചാൽ എല്ലാരും വെച്ചാൽ എല്ലാരും. എന്താ? 3-4 ഭാര്യമാരും സ്വന്തമായിട്ട് 5-6 കുട്ടികളും. എന്ത് പറഞ്ഞാലും ഗോപിക്കൊരു കളി തമാശ. തുളസിയുടെ വീടായത്. ഏത്? നമ്മുടെ ഓഫീസിലെ? അപ്പൊ നമ്മളെങ്ങനെ ഇവിടെ കേറണുണ്ടോ? കേറിക്കളെ. ഇത് മിസ്റ്റർ ഉണ്ണി. എന്റെ പേര് ഗോപി. ഞങ്ങൾ മിസ്സസിന്റെ കൊളീഗ്സ് ആണ്. എന്താ പ്രത്യേകിച്ച്? ഒന്നുമില്ല, രാവിലെ നടക്കാൻ ഇറങ്ങിയതാ. വാതിക്കൽ ആളെ കണ്ടപ്പോ വെറുതെ ഒന്ന് കയറിയെന്ന് മാത്രം. പരിചയപ്പെടാമല്ലോ. അവൻ പ്രത്യേകിച്ച് പർപ്പസ് ഒന്നും ഉണ്ടായിട്ടല്ല. പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ
ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഞാൻ പക്ഷെ അങ്ങനെയല്ല, പർപ്പസ് കണ്ടുകൊണ്ടേ എന്തും ചെയ്യൂ. അല്ല, എന്നെ പോലെ ആവണമെന്നില്ലല്ലോ യു പീപ്പിൾ. തുളസി അടുക്കളയിൽ ജോലിയിലായിരിക്കും. ഷീസ് ടേക്കിംഗ് എ ബാത്ത്. ബൈ, വിളിക്കണോ? വേണ്ട, ഞങ്ങൾ ഇറങ്ങുന്നു. സോറി ഇഫ് വി വർ ഡിസ്റ്റർബിംഗ്. ദാറ്റ്സ് ഓൾ റൈറ്റ്. യു വാണ്ട് ടു പ്രൂവ് ഐ വാസ് ലൈങ്. അതിലെ ഇവിടെ വന്ന എന്താ ഓഫീസിൽ വെച്ച് ഡെയിലി കാണുന്നില്ലേ? ആസ് ഇറ്റ്സ് നോട്ട് ഇനഫ്. രാവിലെ വീട്ടിൽ കയറി വന്നിരിക്കുന്നു നാശങ്ങള്. വായിച്ചു വന്ന ട്രെൻഡും വിട്ടുപോയി. The bloody guys around, they don't even let you concentrate. കയറുണ്ടായിരുന്നു. എന്താ ഗോപിയെ അയാൾ ഒരുമാതിരി? അയാൾ ഈശ്വരന് പറ്റിയൊരു കൈപ്പഴയാണ്. MA വരെ പഠിച്ചു, കുറെ കാലം റിസർച്ച് ചെയ്തു. തന്നെക്കാൾ വിവരം കുറവാണ് പ്രൊഫസർക്കെന്ന് തോന്നി ഇട്ടേച്ചു പോന്നു. എല്ലാവരെക്കാളും കേവലം താനാണ് ധാർഷ്ട്യം. അതുകൊണ്ടെന്താ ഒരാളുടെ കീഴിലും പണിയെടുക്കാൻ പറ്റണ്ടായി. എന്നാ പിന്നെ അയാൾക്ക് തനിച്ചെന്തായാലും ചെയ്തുകൂടെ? തനിച്ചിരുന്ന ആനവണ്ട ഉണ്ടാക്കും. മനുഷ്യരെ വെറുപ്പിക്കാനും കുറെ പുസ്തകങ്ങൾ കരണ്ട് തിന്നാനും അല്ലാതെ അയാളെ എന്തിനാ കൊള്ളുക? അയാൾക്ക് എല്ലാരും സംശയവും പുച്ഛമല്ലേ, പിന്നെ എങ്ങനെ? പാവം തുളസി, ഈ ബോറിനെ എങ്ങനെ സഹിക്കുക? ഉണ്ണിക്കറിയോ, കല്യാണത്തിന് ശേഷം ആ കുട്ടിയെ ഓഫീസിലാരും ഇതുവരെ തിരിച്ചു കണ്ടിട്ടില്ല. പുരാണത്തിലെ സീതയെക്കാളും ക്ഷമ തുളസിക്കുണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ പണ്ടേ ആ കെട്ടുതാല് പറിച്ച അയാളുടെ മുഖത്തെറിഞ്ഞാനെ. കഷ്ടം തന്നെ, ഇങ്ങനെ ഓരോരുത്തർ തലവിധിയെ.